السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين، أما بعد. الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثلة من الأولين وقليل من الآخرين. على سرر موضونة متكئين عليها متقابلين. يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين. لا يصدعون عنها ولا ينزفون. وفاكهة مما يتخيرون ولحم طير مما يشتهون. وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون. لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും വിശുദ്ധ റമളാനിലെ ഈ പുണ്യമാസവുമൊക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവൻ്റെ പൊരുത്തവും സ്നേഹവും അള്ളാഹുവിൻ്റെ സ്വർഗവും നേടിയെടുക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 56-ാം അധ്യായമായ സൂറത്തുൽ വാഖിഅ, അതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 12 ആയത്തുകൾ നാം പഠിച്ചു. ഇൻഷാ അള്ളാഹ് തുടർന്നുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ സംഭവം എന്ന അർത്ഥത്തിലുള്ള സൂറത്തുൽ വാഖിഅയിൽ 8-ാമത്തെ ആയത്ത് മുതൽ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, ലോകാവസാന സമയമാകുന്ന ആ സമയം 3 വിഭാഗം ആളുകൾ ഉണ്ടാകും എന്നാണ്. ഖിയാമത്ത് നാളിൽ ജനങ്ങൾ 3 തരക്കാരാകും. പിന്നീട് 3 തരക്കാരെ കുറിച്ച് പറഞ്ഞു. അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മഷ്അമ, മൂന്നാമത്തേത് സാബിഖൂൻ. ഈ 3 വിഭാഗങ്ങളെ കുറിച്ച്, അവരുടെ അനുഗ്രഹങ്ങളെ കുറിച്ചുമൊക്കെയാണ്, അവരുടെ പ്രത്യേകതകളൊക്കെയാണ് അള്ളാഹു തുടർന്നുള്ള ആയത്തുകളിൽ നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ വിഭാഗമായ സാബിഖീങ്ങൾ, മുൻകടന്നവർ, ഉലായിക്കൽ മുഖറബൂന, അക്കൂട്ടർ അള്ളാഹുവിങ്കൽ അള്ളാഹുവിൻ്റെ മഹനീയമായ സാമീപ്യം കിട്ടിയവരാണ്, അനുഗ്രഹീതമായ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു. സുല്ലത്തും മിനൽ അവ്വലീൻ. സുല്ലത്ത് സമൂഹം, സുല്ലത്ത് സമൂഹം, മിനൽ അവ്വലീന പൂർവീകന്മാരിൽ നിന്ന്, കഴിഞ്ഞുപോയ പൂർവീകന്മാരിൽ നിന്നുള്ള ഒരു സമൂഹം, ഒരു വലിയ കൂട്ടം തന്നെ. വഖലീലും മിനൽ ആഖിരീൻ. വഖലീലും കുറച്ചും അല്പവും, മിനൽ ആഖിരീന ഒടുവിലുള്ളവരിൽ നിന്ന്. അപ്പോൾ വഖലീലും കുറച്ചാണ് ഉണ്ടാവുക, മിനൽ ആഖിരീന ഒടുവിലുള്ളവരിൽ നിന്ന്, പിൽക്കാലക്കാരുള്ളവരിൽ നിന്ന്. എന്നാൽ ആദ്യത്തെവരിൽ നിന്ന് ഒരു വലിയ കൂട്ടവും ഉണ്ടാകും. എവിടെ? അനുഗ്രഹീതമായ സ്വർഗത്തിൽ, അള്ളാഹുവിന്റെ മഹനീയമായ സാമീപ്യം സിദ്ധിച്ച ആ സാബിഖീങ്ങളാകുന്ന ആളുകൾ സുല്ലത്തും മിനൽ അവ്വലീന, ആദ്യത്തെവരിൽ നിന്ന് ഒരു വലിയ സമൂഹം തന്നെയുണ്ടാവും. എന്നാ വഖലീലും മിനൽ ആഖിരീന, പിന്നീടുള്ളവരിൽ നിന്ന് അല്പവുമാണ് ഉണ്ടാവുക എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഈ സാബിഖീങ്ങളിൽപ്പെട്ടവർ, ഈ അവ്വലീൻ ആദ്യത്തവർ,
മുൻകടന്നവർ എന്ന ആ വിഭാഗം ആരാണ്? പിന്നീടുള്ളവർ അത് അല്പമാണ്. അത് ആരാണ്? അതിനെക്കുറിച്ച് വിവിധങ്ങളായ അഭിപ്രായം മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി കാണാം. ആദ്യത്തവർ ഒരു വലിയ സമൂഹമാണവർ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർവ്വ സമൂഹങ്ങളെ കുറിച്ചാണ്, സമുദായങ്ങളെ കുറിച്ചാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് ഒരുപാട് 10,000-കണക്കിന് പ്രവാചകന്മാർ വിവിധങ്ങളായ രാജ്യങ്ങളിൽ വന്നിട്ടുണ്ട്. അതേ പ്രകാരം അവർക്കൊക്കെ അനുയായികളും ഉണ്ടായിട്ടുണ്ട്. അവ്വലീൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കഴിഞ്ഞു പോയ പൂർവ്വ സമൂഹങ്ങളാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അൽ ആഖിരീൻ പിന്നീടുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹമാകുന്ന നമ്മെ ഉദ്ദേശിച്ചുമാണ്. ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ മുഫസ്സിറുകൾ. അപ്പോൾ ഇവിടെ ഏത് അർത്ഥം വരും? അവ്വലീങ്ങൾ, സുല്ലത്തും മിനൽ അവ്വലീന, ആദ്യത്തവരിൽ നിന്ന് ഒരു വലിയ കൂട്ടമാണ് ഈ സാബിഖീങ്ങളിൽ ഉണ്ടാവുക. എന്നാൽ പിൽക്കാലക്കാരാകുന്ന പിന്നീടുള്ളവരിൽ നിന്ന് അല്പവുമാണ് ഉണ്ടാവുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകൾ, അത് നമുക്കറിയാം. പ്രവാചകന്മാർ, ധാരാളക്കണക്കിന് വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ പിൻപറ്റിയിട്ടുള്ള മഹാരഥന്മാരാകുന്ന സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ എല്ലാം നോക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അവരായിരിക്കും ആ നിലക്ക് സാബിഖീങ്ങൾ കൂടുതൽ ഉണ്ടാവുക. ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ, ഇബ്നു കസീർ റഹിമഹുമുള്ളയൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആദ്യത്തവർ ആഖിരീങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവ്വലീങ്ങൾ എന്ന് പറഞ്ഞാൽ, ആദ്യത്തവർ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ നിന്നുള്ള മുൻഗാമികളാണ്. പിന്നീടുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് നബിയുടെ സമുദായത്തിലെ പിൽക്കാലക്കാരാകുന്ന ആളുകളെ കുറിച്ചാണ് പിൻഗാമികൾ എന്ന് പറഞ്ഞത്. ഈ ഒരു അഭിപ്രായമാണ് ഇബ്നു കസീർ റഹിമഹുള്ളയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ഒരു സമുദായത്തിന്റെ ആദ്യകാലങ്ങളിൽ നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ സത്യവിശ്വാസം സ്വീകരിക്കുവാൻ മുന്നോട്ട് വന്നിട്ടുള്ള ആളുകൾ മഹാരഥന്മാരാകുന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്ത് അവര് സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളോ അവര് സഹിച്ച അത്രമാത്രം പ്രയാസങ്ങളോ വിശുദ്ധമായ ദീനിന് വേണ്ടി സഹിക്കേണ്ടി വന്നിട്ടില്ല നമുക്ക്. അവരൊക്കെ സഹിച്ച ത്യാഗങ്ങൾ എത്രയാ ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. മഹാന്മാരാകുന്ന സ്വഹാബത്ത് സ്വന്തം നാട് വിട്ടു പോകേണ്ടി വന്നു. സ്വന്തം സമ്പാദ്യങ്ങൾ, ജീവിതത്തിൽ ഉടനീളം താൻ ഉണ്ടാക്കിയ സമ്പത്ത് പോലും കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല മഹാരഥന്മാരാകുന്ന സ്വഹാബത്തിന്. അവരുടെ ശരീരം വിശുദ്ധമായ ദീനിന് വേണ്ടി കൊടുത്തവർ, കൈകാലുകൾ ദീനിന് വേണ്ടി കൊടുത്തവർ, സമ്പത്ത് മുഴുവനും ദീനുൽ ഇസ്ലാമിന് വേണ്ടി കൊടുത്തവർ, സമയം മുഴുവനും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി മാറ്റിവെച്ചവർ, അവരൊക്കെയായിരുന്നു മഹാരഥന്മാരാകുന്ന മുൻഗാമികൾ. ആ സ്വാബിഖീങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവരാണ് ഏറ്റവും ഉന്നതമായ പദവിയിലുള്ളത്, ഏറ്റവും ഉന്നതമായ പദവിയിലുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാവുന്നതാണ്. ഏറ്റവും ഉത്തമമായ, എന്റെ സമുദായത്തിൽ ഏറ്റവും ഉത്തമമായവർ, തലമുറകളിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഉത്തമമായത് ഖൈറുൽ ഖുറൂനി ഖർനി, എന്റെ കാലഘട്ടക്കാരാണ് ഏറ്റവും ഉത്തമർ, എന്റെ കാലഘട്ടക്കാരാണ്. പിന്നീട് അതിന് തൊട്ടടുത്ത കാലഘട്ടക്കാരാണ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത കാലഘട്ടക്കാരാണ് ഏറ്റവും ഉത്തമർ. 3 നൂറ്റാണ്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം 300 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ച ആളുകളെ കുറിച്ച് അവരാണ് ഏറ്റവും ഉത്തമർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഈ 2 ആയത്തുകൾ ഓതിയിട്ട്, 11, 12 ആയത്തുകൾ ഓതിയിട്ട് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, എന്താണ്? അസ്സാബിഖൂൻ, മുൻകടന്ന ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും മഹാരഥന്മാരായ ആളുകൾ അവർ കഴിഞ്ഞുപോയി. എന്നാൽ അല്ലാഹുവേ, അസ്ഹാബുൽ യമീൻ, രണ്ടാമത്തെ വിഭാഗം അസ്ഹാബുൽ യമീനാൻ, വലതുപക്ഷക്കാർ, ആ വലതുപക്ഷക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആക്കണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഏറ്റവും ഉത്തമരായ ആളുകൾ മുൻകടന്നവരായ ആളുകൾ എന്ത് തന്നെ പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടെങ്കിലും ആ പ്രതികൂലമായ സാഹചര്യങ്ങളെ മുഴുവനും തട്ടി നീക്കി റഹ്മാനായ റബ്ബിന്റെ മാർഗത്തിൽ ത്യാഗം അനുഷ്ഠിക്കുവാനും അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള സ്വാലിഹുൽ അഅ്മാലുകൾ ചെയ്ത് പുണ്യം നേടുവാനും മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് അവരെല്ലാം കവച്ചു വെച്ച് മുന്നോട്ട് വന്ന മഹാഭാഗ്യവാന്മാർ അവരാണ് അസ്സാബിഖൂൻ, മുൻകടന്നവരായ ആളുകൾ, അള്ളാഹുവിങ്കൽ മഹനീയമായ സാമീപ്യം സിദ്ധിച്ച ആളുകൾ,
സുഖാനുഗ്രഹത്തിന്റെ സ്വർഗങ്ങളിലാണ് അവർ എന്ന് അള്ളാഹു പറഞ്ഞു. ഇനി അവർക്ക് ആ സുഖാനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ കിട്ടുന്ന മഹനീയമായ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അള്ളാഹു 15 മുതലുള്ള ആയത്തുകളിൽ പറയുന്നത്. സാബിഖീങ്ങളായ ആളുകൾക്ക് കിട്ടുന്ന മഹത്വം. അലാ സുറുരിൻ മൗലൂന, സുറുർ കട്ടില്, അലാ സുറുറിൻ അവർ കട്ടിലുകളിൽ മേലായിരിക്കും. എങ്ങനത്തെ കട്ടിലുകളാണ്? മൗലൂന മടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകൾ മേലായിരിക്കും അവരുണ്ടാവുക. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ മടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളായിരിക്കും. ഇനിയോ മുത്തഖീന അവർ ചാരിയിരുന്നു കൊണ്ട് സുഖിക്കുന്നവരായിരിക്കും. അലൈഹ ആ കട്ടിലുകളുടെ മേൽ ഇങ്ങനെ ചാരിയിരുന്ന് സുഖിക്കും അവർ. പിന്നെയോ മുതഖാബിലീൻ അന്യോന്യം അഭിമുഖമായി നേരിട്ടിരുന്നു കൊണ്ടാണ് അവർ ചാരി ഇരിക്കുക. ഈ സാബിഖീങ്ങളാകുന്ന ആളുകളെ അവർ കട്ടിലുകൾ, മെടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകൾ. എന്തിനാലാണ് മെടഞ്ഞുണ്ടാക്കപ്പെട്ടത്? ഹദീസുകളിൽ നമുക്ക് കാണാം. സ്വർണത്തിന്റെ ഇഴകളാലാണ് ഈ കട്ടിലുകൾ മെടഞ്ഞുണ്ടാക്കുക എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. മറ്റു ചില ഹദീസുകളിൽ മുത്തും സ്വർണവും ചേർത്ത് മടയപ്പെട്ടവയാണ് എന്നും ഹദീസുകളിലുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു തആല പറയുന്നു അവർക്ക് കട്ടിലുകളുണ്ട്, മടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളാണ്. അന്യോന്യം അഭിമുഖരായ നിലയിൽ അവയിൽ ചാരിയിരുന്നു കൊണ്ട് സുഖിച്ചുകൊണ്ടാണ് അവർ അവിടെ ഇരിക്കുക. കഴിഞ്ഞ സൂറത്തു റഹ്മാനിൽ പറഞ്ഞതുപോലെ സ്വർഗത്തിലുള്ള കട്ടിലുകളും നമ്മുടെ കട്ടിലുകളുമായി ഒരു നിലക്കും സ്വർഗത്തിലുള്ള ഒരു വസ്തുക്കളും അള്ളാഹു പഠിപ്പിച്ചു തരുന്ന ആ അനുഭൂതികളൊന്നും ഭൗതിക ജീവിതത്തിൽ നമുക്ക് പരിചയമുള്ള വസ്തുവുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല. എന്നാൽ അതിന് അർത്ഥം പറയുമ്പോൾ നമുക്ക് ആ നിലക്ക് മാത്രമേ അതിന് അർത്ഥം പറയാനും പറ്റൂ. ഏതായിരുന്നാലും മുത്തഖീന അലൈഹാ മുതഖാബിലീൻ ആ കട്ടിലിന്റെ മേൽ അന്യോന്യം അഭിമുഖമായി ചാരിയിരുന്നു കൊണ്ട് സുഖിച്ചുകൊണ്ട് അവർ ഇരിക്കുന്നതാണ്. ഇനിയോ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ യതൂഫു അലൈഹിം അവരെ തവാഫ് ചെയ്യും, അവരെ ചുറ്റിങ്ങനെ സഞ്ചരിക്കുന്നതാണ്. ആര്? വിൽദാനുൻ ചില കുട്ടികൾ അവരെങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. മുഖല്ലദൂന ശാശ്വതരായ സ്ഥിരവാസം നൽകപ്പെട്ടവരായ കുട്ടികൾ. എന്തിനു വേണ്ടി? അവരെ സേവനത്തിന് വേണ്ടി, ആ സാബിഖീങ്ങളായ ആളുകളുടെ സേവനത്തിന് വേണ്ടി സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ചില ബാലന്മാരെ അല്ലാഹു തആല നിശ്ചയിക്കും. അവരിങ്ങനെ ചുറ്റി ആവശ്യത്തിന് വേണ്ടി അവരിങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ബി അക്വാബിൻ വ അബാരിഖ വ കഅസിൻ മിൻ മഈൻ. എന്തുകൊണ്ടാണ് ആ ബാലന്മാര് അവരെങ്ങനെ ചുറ്റി കറങ്ങുക? ബി അക്വാബിൻ കോപ്പകളുമായി. അക്വാബ് കൂബ്, കോപ്പ, അക്വാബ് കോപ്പകൾ, അബാരിഖ് കൂജകളും കോപ്പകളുമായി അവര് ചുറ്റി സഞ്ചരിക്കും. വകഅസിൻ പാനപാത്രവും മിമ്മഈൻ ഉറവു നീരിന്റെ കള്ളിന്റെ പാനപാത്രങ്ങളുമായും കൂജകളുമായും കോപ്പകളുമൊക്കെയായി അവരിങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഇവിടെ അല്ലാഹു തആല പറയും മിമ്മഈൻ ഉറവു നീരിന്റെ കള്ളിൻ്റെതായ പാനപാത്രം. ഇവിടെയും നാം മനസ്സിലാക്കുക, നമ്മുടെ ദുനിയാവിലുള്ള കള്ളല്ല. ദുനിയാവിലുള്ള കള്ള് മസ്താകുന്ന ബുദ്ധിയുടെ സമനില തന്നെയും തെറ്റുന്ന കള്ളുകളാണ്. അതാ നമുക്ക് പരിചയമുള്ളത്. പക്ഷേ സ്വർഗത്തിലുള്ള ആ മഈൻ അതൊരിക്കലും ദുനിയാവിന്റെ കള്ള് പോലെയല്ല. പിന്നെ അതിന്റെ പ്രത്യേകത എന്താ? ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ വകഅസിൻ മിൻ മഈൻ കള്ളിന്റെ പാനപാത്രവും സഹിതമാണ് അവരിങ്ങനെ ചുറ്റിക്കറങ്ങുക. ഇനിയോ ആ കള്ളിന്റെ പ്രത്യേകത എന്താ? ദുനിയാവിലെ കള്ള് പോലെയാണോ? മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാതെ അല്ലാഹു തആല ദുനിയാവിന്റെ കള്ളിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അതുമായി ബന്ധപ്പെടൽ മുഴുവനും ഹറാമാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, മസ്താക്കുന്ന മുഴുവനും ഹറാമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഉമ്മുൽ ഖബായിസ് എന്ന മറ്റൊരു ഹദീസിലുള്ളത്, അഥവാ എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളുടെയും മാതാവാണ്, ഉറവിടമാണ് ഏത്? മദ്യപാനം എന്ന് പറയുന്നത്. ബാപ്പ ഏതാണ്, ഉമ്മ ഏതാണ്, പെങ്ങളേതാണ്, സഹോദരി ഏതാണ്, അന്യരേതാണ് ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. എല്ലാ ബുദ്ധിയും നഷ്ടപ്പെട്ടു പോകുന്നതാണ് ദുന്യാവിലെ മദ്യം. അതുകൊണ്ട് അത് ഒഴിവാക്കണം. അതുമായി ഒരു നിലക്കും മനുഷ്യർ ബന്ധപ്പെടാൻ പാടില്ല.
ഭൗതികമായ ജീവിതത്തിൽ മദ്യപാനവുമായി ഉണ്ടാവുന്ന അപകടങ്ങൾ ദൃശ്യശ്രാവ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ കേൾക്കുന്നതാണ്. എന്നാൽ സ്വർഗത്തിലുണ്ട് കള്ളിന്റെ പാനപാത്രങ്ങൾ. ആ കള്ള് ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. ലാ യുസദ്ദഊന, അവർക്ക് തലവേദന അത് മുഖേന പിടിപെടുകയില്ല. അൻഹ, അതിനാൽ. ആ കള്ള് കുടിച്ചാൽ ഒരിക്കലും തലവേദനയുണ്ടാവുകയില്ല. ദുനിയാവിലെ മദ്യം പോലെയല്ല. അത് മുഖേന അവർക്ക് തലവേദനയുണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, വലാ യൻസിഫൂൻ, ഒരിക്കലും അവർക്ക് മത്ത് പിടിക്കുകയില്ല, ലഹരി ബാധിക്കുകയില്ല. സ്വർഗത്തിലെ കള്ള് നമ്മുടെ കള്ളുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല. ആ മദ്യം ഒരിക്കലും തലവേദനയുണ്ടാക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ബാധിക്കുകയോ ഇല്ല. ആ തരത്തിലുള്ള പാനപാത്രം അവിടെയുണ്ട്. പിന്നെയോ വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ. വഫാകിഹത്തിൻ, പഴവർഗ്ഗങ്ങളുമുണ്ട്. മിമ്മ, ഒന്നിൽപ്പെട്ട, ഒരു തരത്തിൽപ്പെട്ട, യതഖയ്യറൂന, അവരെ തിരഞ്ഞെടുക്കുന്ന, അവർക്ക് ഉത്തമമായി തെരഞ്ഞെടുത്ത് സ്വീകരിക്കാൻ പറ്റാവുന്ന തരത്തിൽപ്പെട്ട എല്ലാ പഴവർഗ്ഗങ്ങളും ഉണ്ടവിടെ. എന്താണോ വേണ്ടത്, ഏത് തരത്തിലുള്ള പഴങ്ങളാണോ വേണ്ടത്, അതെല്ലാം അവിടെയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ സൂറത്തുർ റഹ്മാനിലും അതിനു മുമ്പുള്ള പല സൂറത്തുകളിലും നമ്മൾ സ്വർഗത്തിന്റെ ഈ വിശേഷണങ്ങളെ കുറിച്ച് വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാലും അവർ ഉത്തമമായി തിരഞ്ഞെടുത്ത് സ്വീകരിക്കുന്ന തരത്തിൽപ്പെട്ട എല്ലാവിധ പഴവർഗ്ഗങ്ങളും അവർക്കവിടെയുണ്ട്. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. ഇനിയോ വലഹ്മ്, മാംസമുണ്ട്. ത്വയ്ർ, പക്ഷികളുടെ മാംസമുണ്ട്. വലഹ്മി ത്വയ്രിൻ, പക്ഷി മാംസമുണ്ട്. മിമ്മാ യശ്തഹൂൻ, അവർ ആശിക്കുന്ന. അപ്പൊ അവർ ഏതൊരു പക്ഷി മാംസമാണോ അവർ ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അവർ കൊതിക്കുന്നത്, ആ തരത്തിലുള്ള പക്ഷി മാംസവും അവിടെയുണ്ട്. ഇതൊക്കെയായിട്ടാണ് എന്ത്, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂന, സ്ഥിരവാസം നൽകപ്പെട്ടവരായ ബാലന്മാർ അവരുടെ സേവനത്തിനായി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അവിടെ കോപ്പകളുണ്ട്, കൂജകളുണ്ട്, ഉറവുനീരിന്റെ അഥവാ കള്ളിന്റെ പാനപാത്രമുണ്ട്. അതേ പ്രകാരം ഏറ്റവും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പഴവർഗ്ഗങ്ങളുണ്ട്. അവരിഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന പക്ഷിമാംസമുണ്ട്. ഇതെല്ലാം സഹിതമായിരിക്കും അവരിങ്ങനെ, ആ യുവാക്കൾ, ആ ബാലന്മാർ അവരെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക എന്ന് അല്ലാഹു തആല പറയുന്നു. എല്ലാം ഉണ്ട്. എന്താണോ ഇഷ്ടപ്പെടുന്നത്, എന്താണോ ആവശ്യം, അത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, സുഖഭോജ്യങ്ങളുണ്ട്, അവർക്ക് കുടിക്കാനുള്ള പാനീയങ്ങളുണ്ട്. അതെല്ലാം അവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ, അവരെ സേവിക്കാൻ, അവരെ പരിചരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ബാലന്മാരെ സദാ സന്നദ്ധരായി കൊണ്ട് അല്ലാഹു തആല അവിടെ സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ സ്വർഗത്തിലെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. വഹൂറുൻ ഐൻ, വിശാലമായ നയനങ്ങളുള്ള വെളുത്ത സുന്ദരികളായ തരുണികളെയും അല്ലാഹു അവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. സ്വർഗത്തിലുണ്ടാകുന്ന അനുഭൂതി. വഹൂറുൻ ഐൻ, വിശാല നേത്രകളായ സ്ത്രീകളുമുണ്ട്. അവരുടെ പ്രത്യേകത അല്ലാഹു പറയാ, ആ ഹൂറുൽ ഐനുകൾ എങ്ങനെയായിരിക്കും? കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. കഅംസാലിൽ ലുഅ്ലു, മുത്തുകൾ പോലെയുള്ള, അൽ മക്നൂൻ, ഒളിച്ചു സൂക്ഷിക്കപ്പെട്ട മുത്തു പോലെയുള്ളവർ, ചിപ്പികളിൽ സൂക്ഷിക്കപ്പെട്ട മുത്തുകൾ പോലെയുള്ള വിശാല നയനങ്ങളുള്ള വെളുത്ത സുന്ദരികളും തരുണികളും അവർക്കുണ്ട്. ഇതൊക്കെ അല്ലാഹു തആല നൽകുന്നത് എന്തിനു വേണ്ടി? എന്തുകൊണ്ടാണ് അത് അവർക്ക് ഇതെല്ലാം കൊടുക്കുന്നത്? സാബിഖീങ്ങളാകുന്ന ആളുകൾക്ക് ഇത് കൊടുക്കുന്നത് ജസാഅം ബിമാ കാനൂ യഅമലൂൻ. ജസാഅൻ, പ്രതിഫലമായിട്ടാണ്. വെറുതെ കൊടുക്കുന്നതല്ല, ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ല ഈ അനുഭൂതികൾ, സന്തോഷങ്ങൾ, ആഹ്ലാദങ്ങൾ. പിന്നെയോ ജസാഅൻ, പ്രതിഫലമായിട്ടാണ്. ബിമാ കാനൂ, അവരായിരുന്നതിന്, യഅമലൂന, പ്രവർത്തിക്കുന്നവർ, അവർ പ്രവർത്തിച്ചതിന് പ്രതിഫലമായിട്ടാണ് അതെല്ലാം നൽകപ്പെടുന്നത്. വെറുതെ കൊടുക്കുകയല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? പിന്നീട് 25-ാമത്തെ ആയത്തിൽ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ. ലാ യസ്മഊന, അവർ കേൾക്കുകയില്ല ആ സ്വർഗത്തിലെത്തിയാൽ. ഫീഹാ, ആ സ്വർഗത്തിൽ എത്തിയാൽ അവർക്ക് കേൾക്കേണ്ടി വരില്ല. ലഗ്വൻ, ഒരു അനാവശ്യവും, വലാ തഅസീമൻ, കുറ്റകരമായ വർത്തമാനങ്ങൾ ഒന്നും അവർക്ക് കേൾക്കേണ്ടി വരില്ല. അവിടെ വെച്ച്, ദുനിയാവിൽ വെച്ചുകൊണ്ട് നമ്മൾ എത്ര കേൾക്കണ്ട എന്ന് ശ്രമിച്ചാലും, അല്ലെ, ഇനി ഞാൻ അത് കേൾക്കുകയില്ല എന്ന് വിചാരിച്ചാലും
നമുക്ക് കേൾക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ സ്വർഗത്തിൽ ഒരിക്കലും അനാവശ്യമായ വർത്തമാനങ്ങളില്ല, കുറ്റകരമായ വർത്തമാനങ്ങളില്ല, വേണ്ടാത്ത വർത്തമാനങ്ങൾ ഒന്നും അവിടെ വെച്ച് കേൾക്കുകയുമില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. പിന്നെ അവിടെ കേൾക്കുന്ന വർത്തമാനം എന്താണ്? അവിടെ കേൾക്കുന്ന വർത്തമാനം ഇല്ല ഖീല, പറയപ്പെടുന്ന വാക്കുകളല്ലാതെ, സലാമൻ സലാമാ, സലാം സലാം, ശാന്തി ശാന്തി, സമാധാനം, സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആദരവിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം, രക്ഷയുടെയും കാവലിന്റെയും പ്രാർത്ഥനകളാകുന്ന സലാമുകളും സ്വീകരണത്തിന്റെ വാക്കുകളും മാത്രമാണ് അവർക്കവിടെ എവിടെയും കേൾക്കേണ്ടി വരിക. അല്ലാതെ ഒരു അനാവശ്യ വർത്തമാനങ്ങളും വേണ്ടാത്ത വർത്തമാനങ്ങളും കുറ്റകരമായ ഒരു വർത്തമാനവും ആ സ്വർഗത്തിലെത്തിയാൽ അവർക്ക് കേൾക്കേണ്ടി വരികയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത, സാബിഖീങ്ങളാകുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള മഹനീയമായ സ്വർഗത്തിന്റെ ആ അനുഭൂതികളെ കുറിച്ച്, അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെയാണ് 26-ാമത്തെ ആയത്ത് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എന്നാൽ 27 മുതലുള്ള ആയത്തുകളിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ട, നമ്മളൊക്കെ പെടണം എന്ന് ആഗ്രഹിക്കേണ്ട അസ്ഹാബുൽ യമീനിനെ കുറിച്ച്, വലതുപക്ഷക്കാരെ കുറിച്ചാണ് അല്ലാഹു തആല തുടർന്നുള്ള ആയത്തുകളിൽ പഠിപ്പിക്കുന്നത്. പിന്നീട് അസ്ഹാബുൽ യമീനിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ പെടാൻ പാടില്ല എന്ന് നമ്മൾ കൊതിക്കേണ്ട, അല്ലാഹുവേ അതിൽ ഞങ്ങളെ നീ എത്തിക്കരുതേ എന്ന് റഹ്മാനായ റബ്ബിനോട് വിശിഷ്യ റമളാനുകളിൽ തേടേണ്ട അസ്ഹാബുൽ ഷിമാൽ മഷ്അമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഇടതുപക്ഷക്കാരെ കുറിച്ചും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് വലതുപക്ഷക്കാരെ കുറിച്ച്, ആരാണവർ, അവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാവുന്നതാണ്. പഠിക്കുക, പകർത്തുക, അള്ളാഹുവിനോട് ആ സ്വർഗത്തിലെത്താൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.